ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പാനി കി പ്രാർത്ഥനയാണ്. ഇത് എഴുതിയിട്ടുള്ള കേദർനാഥ് സിംഹയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. ഇതിൻ്റെ ശീർഷകം വരുന്നത് പാനി കി പ്രാർത്ഥന, വെള്ളത്തിൻ്റെ പ്രാർത്ഥന എന്നാണ് കവിതയുടെ പേര്. ഇവിടെ വെള്ളം മനുഷ്യരെ പ്രതിനിധീകരിച്ച് ദൈവത്തോട് സംസാരിക്കുകയാണ്. പ്രഭു, മലയാളത്തിൽ പറഞ്ഞാൽ ഹേ ദൈവമേ. മേം പാനി പൃഥ്വി ക, ഞാൻ ഭൂമിയിലെ വെള്ളമാണ്. പ്രാചീനതാം നാഗരിക്, ഭൂമിയിലെ ഏറ്റവും പുരാതനമായ ജീവസാധനങ്ങളൊന്നാണ് ഞാൻ. അബ്സെ കുച്ച് കഹനെ കെ അനുമതി ചാഹത്തെ ഹെ, താങ്കളോട് ചില കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കണമെന്ന് ചോദിക്കുന്നു. യദി സമയ ഹോത്തോ പിച്ചലെ ഏക് ദിൻ കാ ഹിസാബ് ദേ ആപ്കോ, സമയമുണ്ടെങ്കിൽ കഴിഞ്ഞൊരു ദിവസത്തെ അനുഭവങ്ങൾ ഞാൻ പറയട്ടെ. ആപ് ദേഖിയേ, ഇപ്പോൾ നോക്കൂ. ഇത്തനെ ദിനോ ബാദ് കൽ മേരെ തട്ട് പർ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നലെ എൻ്റെ തീരത്ത് ഏക് ചിൽ ആയി, ഒരു കഴുകൻ വന്നു. പ്രഭു, കിത്തനി കം ചിലോം ദിക്കാത്തി ഹെ ആജ്കൽ, ഇപ്പോൾ കഴുകന്മാർ വളരെ കുറച്ചേ കാണാനാകുന്നുള്ളൂ. ആപ്കോ തോ പതാ ഹോക്ക കഹോം ഗയിവേ, അവ എവിടെ പോയെന്ന് ദൈവത്തിന് അറിയാമല്ലോ. പർ ജൈസേ ബിഹോ, എന്തായാലും. കൽ ഏക് തോ ആയി, ഇന്നലെ ഒരു കഴുകനെങ്കിലും വന്നു. അവർ ബൈട്ടേ കൈ മേരെ ബാച്ചു മേം, എന്നിട്ട് അവൻ എൻ്റെ കരയിൽ ഇരുന്നു. പഹലെ ചോക്കർ ഉസ്നെ ഇധർ ഉധർ ദേക്ക, ആദ്യം അതൊന്ന് ചുറ്റി നോക്കി. ഫിർ അപ്പനി ലംബി ചോച്ച് ഗഡാദി മേരാ സിനാമേം, പിന്നീട് അതിൻ്റെ നീണ്ട കൊക്ക് വെള്ളത്തിലേക്ക് മുക്കി. അവർ യഹ് മുझे അച്ഛാ ലഗത്താ രഹാ പ്രഭു, അതെനിക്ക് സന്തോഷം തന്നു. ലഗത്താ രഹാ ജൈസാ ടൂട്ടുടു, എനിക്ക് തോന്നി. മേരാ ജന്മാന്തർ ഹോ രഹാ ഹെ, ഞാൻ വീണ്ടും ജനിക്കുന്നത് പോലെ. ഏക് ചിൽക്കെ കണ്ടുമേം, ഒരു കഴുകൻ്റെ ശരീരത്തിനുള്ളിൽ. കണ്ട് സെ രക്തമേം, അവളുടെ രക്തത്തിലേക്ക്. രക്തയ്ക്ക് ഫിർ ഏക് നയി ചിൽമേം, അവിടെ നിന്നൊരു പുതിയ കഴുകനായി മാറുന്നത് പോലെ. ഫിർ കാഫി സമയം ബാത്ത്, വീണ്ടും കുറേ സമയം കഴിഞ്ഞ്. ദിൻകെ കോയി തീസരെ ബാർ, ഉച്ച കഴിഞ്ഞൊരു സമയത്ത്. ഏക് ജാൻവാർ ആയ ഹാസ്താ പ്യാസ്, ദാഹവും ക്ഷീണം കൊണ്ടൊരു മൃഗം വന്നു. അവർ മുझे പീനെ ലഗാ മാർമാർ, അതിവേഗം വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇസ് അതിർ ആവാസ് കേലിയെ ക്ഷമാ കരെ പ്രഭു, ഈ അത്യാഗ്രഹത്തിനായി ക്ഷമിക്കണം ദൈവമേ. യഹ് ഏക് പശു കെ ആനന്ദ് കി ആവാസ് തി, ദാഹം തീർന്ന സന്തോഷത്തിൻ്റെ അവൻ്റെ ശബ്ദമായിരുന്നു അത്. ഇസ്സെ ബെഹതർ കുച്ച് നഹീം ദ ഉസ്കെ ഗരീബ്, അതിനേക്കാൾ വലിയ സന്തോഷം മൃഗത്തിനില്ലായിരുന്നു. ഇസ് ബീച്ച് ബഹുതേ സെ റിക്ഷോം കുത്ത, ഇതിനിടയിൽ പല രീതിയിലുള്ള ജീവികളും. മനുഷ്യ അമനുഷ്യ, മനുഷ്യരും മനുഷ്യരല്ലാത്തവരും. സബ് ഗുജറാത്തെ രഹേ മേരെ പാസ് ഹേ ഹോക്കർ, എൻ്റെ സമീപത്തിലൂടെ കടന്നുപോയി. ലേക്കിൻ എക് ബാർ തോ ഐസേ ലഗ, എന്നാൽ ഒരിക്കലും എനിക്ക് തോന്നി. കി സൂരജ് കി സാത്തോം ഗോഡെ ഉത്തർ ആയി ഹെ, സൂര്യൻ്റെ 7 കുതിരകളും ഇറങ്ങി വന്നതുപോലെ. മേരെ കരി പ്യാസ് കെ ബെഹൽ, എൻ്റെ അടുത്തേക്ക് ദാഹം കൊണ്ട് വലയുന്ന നിലയിൽ. പർ അസൽ മേം ജോ ഗയ, പക്ഷേ യഥാർത്ഥത്തിൽ വന്നത്. വഹ് ഏക് ജർവാഹദ, ഒരു ഇടയനായിരുന്നു. ആപ് കൈസേ ബതാവൂ പ്രഭു, ഇത് എങ്ങനെ പറയണം ദൈവമേ. ക്യോംകി ആപ്കോ പ്യാസ് കബി ലഗത്തെ നഹിം, താങ്കൾക്ക് ദാഹം പെട്ടില്ലാലോ. കി വഹ് കിതനാ പ്യാസാദ, അവൻ എത്ര ദാഹിച്ചിരുന്നു പറയാൻ ബുദ്ധിമുട്ടാണ്. ഫിർ ഐസാ ഹുവാ കി ഉസ്നെ ഹാർഡ് മൺ, പിന്നീട് അവൻ തിടുക്കത്തിൽ മുझे ചുലുബർ ഉടായ, ഒരു കൈപ്പിടി വെള്ളം എടുത്തു. അവർ ക്യാ ജാന ക്യാ ഉസേ ദിഖ് ഗയാ മേരാ ബിത്ത, പക്ഷേ എന്നുള്ള എന്തോ അവൻ കണ്ടു. കി ഹിൽ ഉടാ, അതുകൊണ്ട് അവൻ ഞെട്ടിപ്പോയി. അവർ പുരാബി ഗിർ പടാതിച്ച്, അവൻ എടുത്ത വെള്ളത്തിൽ മുഴുവൻ താഴെ വീണുപോയി. ഷാർമിന്ദ സേ പ്രഭു, എനിക്ക് ലജ്ജ തോന്നുന്നു ദൈവമേ. ഔർ ഇസ് ഘടന പർ ഹിൽ രഹാ ഹെ ആപ്ത, ആ സംഭവത്തിൻ്റെ അഗാധത്തിൽ ഞാൻ ഇങ്ങും വിറങ്ങലിക്കുകയാണ്. സമയ ഹി കുച്ച് ഐസേ ഹെ, കാലം ഇപ്പോൾ അങ്ങനെയാണ്. കി പാനി നദി മേം, വെള്ളം നദിയിലായാലും. യാ കിസി ചെഹർമേം, അല്ലെങ്കിൽ ഒരാളുടെ മുഖത്തിലായാലും. ഏകാക്കർ ദേക്കോ താൽ ഹെ കച്ചറ കഹി ദിഖ് നഹീ സക്താ ഹെ, ആഴത്തിൽ നോക്കിയാൽ മലിനത കാണാം. ആപ് മേം പ്രഭു, ഇനി ദൈവമേ. അന്തിം ലേക്കിൻ സബ്സെ ജരൂരി ബാത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. വാഹോം ഹോങ്കെ മേരെ ബായി ബന്ധു, എൻ്റെ സഹോദരങ്ങൾ മറ്റിടങ്ങളിലുണ്ടാകും. മംഗൾ ഗ്രഹയ ചാന്ദ് പർ, ചൊവ്വയിലെ ചന്ദ്രനിലോ. പർ യഹാ പൃഥ്വി പർ മേം, പക്ഷേ ഭൂമിയിൽ ഞാൻ. യാനി ആപ്ക മുഹൽഗ യഹ് പാനി, അതായത് താങ്കളുടെ പ്രിയപ്പെട്ട ഈ വെള്ളം. ആപ് ദുർലഭ് ഹോനെ കി കാക്കർ തക് പഹുച്ച ചുക്കെ, ഇപ്പോൾ അപൂർവമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പർ ചിന്താ കി കോയി ബാത് നഹിം, എന്നാൽ ആരും അതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല. യഹ് ബജറോം കാ സമയ ഹെ, ഇത് വ്യാപാരത്തിൻ്റെ കാലഘട്ടമാണ്. ഓർ കഹി കി രഹസ്യമായി സ്രോത ഹെ, എവിടെയോ നിന്നോ. മേം ഹമേഷ മോസുസ് ഹെ, വെള്ളം ലഭ്യമാക്കുന്ന ധാരണ ആളുകൾക്കുണ്ട്. പർ അപരാധ് ക്ഷമാ ഹോ പ്രഭു, എൻ്റെ ഈ വാക്കുകൾ ക്ഷമിക്കണം ദൈവമേ. ഔർ യാദി മേം ടൂട്ട് ബലോ, ഞാൻ കള്ളം പറയുന്നുവെങ്കിൽ. തോ ജൽക്കോ ജാവുരാങ്, ഞാൻ ചാരമായി തീരട്ടെ. കഹത്തെ ഹെ ഇസ്സെ, ആളുകൾ പറയുന്നത്. ആപ്കി സഹമതി ഹെ, ദൈവത്തിനും ഇതിൽ സമ്മതമുണ്ടെന്നാണ്. കവിതയുടെ സന്ദേശം. ഈ കവിതയിൽ വെള്ളം ദൈവത്തോട് സംസാരിച്ച് പ്രകൃതി നാശം, ജലമലിനീകരണം, ജലക്ഷാമം എന്നിവയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നു.
മനുഷ്യരുടെ അശ്രദ്ധ കാരണം വെള്ളം മലിനമാവുകയും അപൂർവമാവുകയും ചെയ്യുന്നതാണ് കവിതയുടെ പ്രധാന ആശയം. ജലം ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് ഈ കവിത. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കാരണം ജലസ്രോതസ്സുകൾ മലിനമാവുകയും വെള്ളം അപൂർവമാവുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ കവിത നൽകുന്നത്. എല്ലാവർക്കും ഈ കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.